ഷൊർണൂർ കൊളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ ബസ് കയറാത്ത വിഷയത്തിൽ സ്വകാര്യ ബസ്സുകാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പും നഗരസഭയും. നഗരസഭാ അധ്യക്ഷയുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. തകർന്നു കിടക്കുന്ന റോഡിന്റെ ശോച്യാവസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് ബസ് ജീവനക്കാർ ബസ് സ്റ്റാൻഡിൽ കയറുന്നതിന് തടസ്സം പറഞ്ഞിരുന്നത്. എന്നാൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചതായി നഗരസഭാ അധ്യക്ഷ പി നിർമ്മല പറഞ്ഞു. മാസങ്ങൾക്ക് മുമ്പ് ബസ് അസോസിയേഷനുമായി ചർച്ച നടത്തി തുടക്കത്തിൽ സ്റ്റാൻഡിൽ ബസ് കയറിയെങ്കിലും പിന്നീട് വീണ്ടും പഴയ സ്ഥിതിയായി. യാത്രക്കാർ പരാതികളുമായി വീണ്ടും രംഗത്തെത്തിയതോടെയാണ് നഗരസഭ ശക്തമായ നടപടിയുമായി രംഗത്തെത്തിയത്. അടുത്ത ദിവസം തന്നെ ബസ് ഓണേഴ്സ് അസോസിയേഷനുമായി ചർച്ച നടത്താനാണ് തീരുമാനം. സംഘടനയുമായി ചേർന്ന് നടത്തുന്ന ചർച്ചയിലുണ്ടാകുന്ന അന്തിമ തീരുമാനങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതിൽ വീഴ്ച വരുത്തുന്ന ബസ് ജീവനക്കാർക്കും ഉടമയ്ക്കുമെതിരെ ശക്തമായ നടപടിയെടുക്കാനാണ് നഗരസഭയുടെ നിർദ്ദേശം. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ യോഗം വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ കയറുന്ന വിഷയം ബസ്സിന്റെ ഉടമസ്ഥരെ മീറ്റിംഗ് വിളിച്ചതിന് ശേഷം ഒന്നും കൂടി പറഞ്ഞിട്ട് അവര് ബസ് സ്റ്റാൻഡിൽ കയറാനുള്ള ഒരു തീരുമാനം ഉണ്ടാക്കും. അപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് വേണ്ട എന്ത് സഹായമാണെങ്കിലും പോലീസ് ചെയ്തു തരാന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ഓട്ടോ തൊഴിലാളികളുടെ പെർമിറ്റിന്റെ കാര്യം നിലവിൽ അവിടെ ഓടുന്നവർക്ക് അവിടെ പെർമിറ്റ് അനുവദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ജനുവരി 31 ഉള്ളിൽ ഇത് പരിശോധിച്ച് എംപിയുടെ ഭാഗത്തു നിന്നും പരിശോധനയ്ക്ക് ശേഷം വിവരം അറിയിക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പരമാവധി അവരെ അവിടെ തന്നെ ഓടാൻ സമ്മതിക്കണം എന്നാണ് നമ്മളിപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിലവിൽ സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കുളപ്പള്ളി ബസ് സ്റ്റാൻഡ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതിയിൽ 10 ലക്ഷത്തോളം രൂപ ചിലവാക്കി ബസ് സ്റ്റാൻഡ് നവീകരിച്ചെങ്കിലും യാത്രക്കാർക്ക് ഉപകാരപ്രദമായില്ല. 10 മാസം മുമ്പ് ബസ് ഉടമകളുമായി ചേർന്ന് നടത്തിയ യോഗത്തിന് ശേഷം ബസ്സുകൾ സ്റ്റാൻഡിൽ കയറിയെങ്കിലും ബസ്സുകൾക്ക് വലിയ തോതിൽ സമയനഷ്ടമുണ്ടാക്കുന്നു എന്ന കാരണത്താൽ പിന്നീട് പല ബസ്സുകളും സ്റ്റാൻഡിൽ കയറാതെയായി സർവീസ്. ഇതോടെ യാത്രക്കാരും വലഞ്ഞു. അടുത്ത ദിവസം ചേരുന്ന യോഗത്തിൽ ബസ്സുകാരുടെ അഭിപ്രായങ്ങൾ മാനിച്ച് എടുക്കുന്ന തീരുമാനങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയിലേക്ക് നീങ്ങാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം. നഗരസഭാ അധ്യക്ഷ പി നിർമ്മല, ഉപാധ്യക്ഷൻ വി കെ അനുരാജ്, സെക്രട്ടറി രാജേഷ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. UTV ന്യൂസ്, പാലക്കാട്.